ഹരി ഓം. ഏവർക്കും അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. മിഥുന രാശി അല്ലെ, മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടകുന്ന രണ്ടാം നക്ഷത്രമാണ് നമുക്ക് മിഥുന രാശി എന്ന് പറയാം അല്ലെ. മിഥുന രാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശുക്രൻ എന്ന് പറയുന്ന ഉച്ചത്തിലാണ് അല്ലെ. ഉച്ചത്തിൽ എവിടെ നിൽക്കുന്നത്? മീനൻ രാശിയാണ്. മിഥുനത്തിന് 10ാമത്തെ രാശിയിലാണ് ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത്. ശുക്രനോട് മറ്റാരൊക്കെയുണ്ട്? നമുക്ക് ശനിയുണ്ട്, രാഹുവുണ്ട്, ബുധനുണ്ട് അല്ലെ, സൂര്യനുണ്ട്. ഇവർ 5 പേരെന്താണ് ഒന്നിച്ച് 10ാമത്തെ രാശിയിൽ നിൽക്കുകയാണ്, മീന രാശിയിൽ നിൽക്കുകയാണ്. മിഥുനത്തിന് 10ാമത്തെ രാശിയിൽ. ഇപ്പൊ 5 തരത്തിലുള്ള ഗ്രഹങ്ങളാണ് അല്ലെ, 5 തരത്തിലുള്ള എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു 5 തരത്തിലുള്ള ശക്തി ഒന്നിക്കുന്ന സമയമാണ്. സോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നടക്കാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുജനെ നോക്കിക്കഴിഞ്ഞാൽ 2ലാണ് കുജൻ എന്ന് പറയുന്നത്. കുജൻ 2 നീചത്തിലാണ് അല്ലെ. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ നീചരാശിയാണ് കുജൻ. സോ 2ലാണ്, നീചത്തിലാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും എന്ന് വെച്ചാൽ മിണ്ടാതെ മൊത്തം ഈ ഒരു 31 അല്ലെങ്കിൽ 30 ദിവസം എന്ന് പറയുന്നത് എന്താണ്, മൗനവ്രതത്തിൽ പോകണം എന്നല്ല പറയുന്നത്. ഓക്കെ, നമ്മൾ മാക്സിമം സംസാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്, എന്തൊരു കാര്യം നമ്മുടെ പ്രവൃത്തിയോടെ കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്ന ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ തൊഴിൽ സംബന്ധമാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൊഴിലൊക്കെ തേടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളത് പുറത്തിങ്ങനെ പല പേരോട് പറഞ്ഞു നടക്കാതെ എന്ത് ചെയ്യുക, അന്വേഷിക്കുക, അത് കിട്ടുക. കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഹാപ്പിയായിട്ട് മുന്നോട്ട്. കിട്ടി എന്നും മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ടവർ അറിഞ്ഞോളൂ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഈ ടൈമിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളും പുറത്ത് പറയാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണിച്ചു കൊടുക്കുക, പ്രവൃത്തിയാൽ അത് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചിലവരുണ്ട്, ഞാൻ ഇന്നത് ചെയ്യാൻ പോകണം, മറിച്ച് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ കുറച്ചുകൂടി സെറ്റായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പോകും, ഇങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു ടൈം എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നടത്തിയിട്ടുള്ള, പക്ഷെ ഈ ടൈം അതിന് അനുകൂലം അല്ല. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ ഒരു ടൈം നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ടാണ് നോക്കാറുള്ളത്. ബിസിനസ് പുതിയൊരു ഐഡിയ വന്നു, പുതിയൊരു നോളജ് സെറ്റപ്പ് ഐറ്റം കിട്ടി, അപ്പൊ അത് 100 പേരോട് പറഞ്ഞു നടക്കാതെ അത് പറയേണ്ട കുറച്ചുണ്ട്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണെങ്കിൽ ചിലപ്പം ഒരു ബിസിനസ് കൺസൾട്ടന്റ് കാണണമെങ്കിൽ അവരോട് പറയണം. ഓക്കെ, അങ്ങനെ പറയണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരോട് മാത്രം പറഞ്ഞ് കൂടുതലും എന്ത് ചെയ്യുക, സംസാരിക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി സെറ്റ് ആയിരിക്കും. ബിസിനസ് കൺസൾട്ടന്റ് അടുത്ത് പോയിട്ട് മിണ്ടാതെ മൗനമായി വ്രതം കൊടുക്കണം എന്നല്ല പറഞ്ഞേ. ഓക്കെ, എന്ന് വെച്ചാൽ ചുമ്മാ എല്ലാവരോടും ഈ കാര്യങ്ങളൊന്നും പറയണ്ട. ഓക്കെ, പറയുന്ന അത്ര ആവശ്യമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരോട് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ സക്സസ് ആയിക്കുമ്പോൾ എല്ലാവരും എന്തായാലും നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, ആ രീതിയിൽ പോവുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആക്ഷൻ മുഖേന ഓരോ കാര്യങ്ങൾ സെറ്റ് ആക്കുക. പറഞ്ഞു നടക്കാതെ എന്ത് ചെയ്യുക, ഡു ഇറ്റ് ബൈ ആക്ഷൻ. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണിച്ചു കൊടുക്കുക ഓരോ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യാമെങ്കിലും നമ്മൾ ഒരു കാര്യത്തിന് പോലും ഓവർ എൻജോയ്മെന്റ് ആവാതെ, ഓവർ എസ്റ്റേറ്റ് ആവാതെ നിൽക്കുന്നത് ഭയങ്കര ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട അവസ്ഥ വരുമോ? ദുഃഖം കുറഞ്ഞിരുത്തും. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സന്തോഷിക്കുന്ന കാര്യം ഒത്തിരി ഓവർ സന്തോഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു നല്ല കാര്യം കിട്ടിയെങ്കിൽ അടുത്ത കണ്ടിന്യൂസ് കിട്ടണമെങ്കിലും അത് ആരോടും പറയാതിരുന്നാലാണ് നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഓവർ എക്സൈറ്റഡ് ആയി, ഓവർ എൻജോയ്മെന്റ് ആയി, ഓവർ സന്തോഷത്തിൽ നമ്മൾ ഹാപ്പിനെസ്സിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത് നടക്കും. ചിലപ്പോൾ അത് മതി, ഓക്കെ അത് കിട്ടി, അവന് സന്തോഷമായില്ല, ഇനി വേണ്ടല്ലോ എന്നൊരു ചിന്തയിലായിരിക്കും. പക്ഷെ എന്നായിരുന്നാൽ പോലും എന്താണ്, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒത്തിരി ഓവർ എക്സൈറ്റഡ്, ഓവർ ഹാപ്പി ആവാനോ, നമ്മൾ ഓവറായിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും പറയാതെ ഡു ഇറ്റ് ബൈ ആക്ഷൻ, നമ്മുടെ ആക്ഷൻ മുഖേന നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ നോക്കുമ്പോൾ, കുടുംബ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ
വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രണയത്തിലുള്ളവരാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രണയം അത് വിവാഹത്തേക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ എന്നിരുന്നാലും പോലെ ആരെയും ഫോഴ്സ് ചെയ്ത് വിവാഹത്തിലേക്ക് മാറ്റാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ് ചെയ്ത് നീ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറയണമെങ്കിൽ എന്താണ് ഈ മാസത്തിൽ കെട്ടിയേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ വേറെ പറ്റൂല എന്ന് പറഞ്ഞ് അത്രയും ബലം പിടിച്ചൊന്നും കെട്ടിക്കണ്ട. എന്ത് ചെയ്യാ, ഫോഴ്സ് ചെയ്യണ്ട. അവരാൾ സമ്മതമെങ്കിൽ ഓക്കെ കെട്ടിച്ചോളൂ, അല്ലാതെ ബലം പിടിച്ചൊന്നും കെട്ടിക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങൾ കുടുംബത്തിലായാലും സംസാരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായെങ്കിലും ഒരു ഇത് വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ മനസ്സും എന്തു പറയുന്നു അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളെ മാക്സിമം ചതിക്കാതെ തന്നെ നോക്കാൻ ട്രൈ ചെയ്യും. സോ അത് രണ്ടും പറയുന്ന കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു മാസം നല്ലതെന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുടുംബത്തിലായ ഒരു കാര്യം ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് കുടുംബത്തിലുള്ളവരും ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട. അവരവരുടെ ഇഷ്ടത്തിൽ ചെയ്തോട്ടെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അവരെന്താണ് ഇപ്പം അവര് കുടുംബത്തിലായാലും നോക്കിക്കഴിയുമ്പോൾ അവരൊരു സ്ഥലത്ത് ഇരിക്കാതെ എന്നാലും ടി വി വെച്ച് ചോദിക്കണം, ഞാൻ ആ ചാനൽ മാറ്റി വേറെ ചാനലിലേക്ക് ഇടുക, ഫോഴ്സ് ചെയ്യണ്ട. ആ ചാനൽ മാറ്റി ഇപ്പുറത്തെ ചാനലിലേക്ക് ഇടാവോ, അപേക്ഷ പോലെ നമുക്ക് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്തവണ നമ്മൾ വലിയ കമാൻഡിങ് ഫോഴ്സ് കൊടുക്കാതെ സമാധാനമായിട്ട് ശാന്തമായിട്ട് പറയാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. അതുപോലെ ഓവറായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞു നടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, കുടുംബത്തിലുള്ളതാണെങ്കിലും. അതുപോലെ നമ്മൾ നോക്കിയാൽ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം പരിശ്രമിക്കണം എന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ട്, ഒരു ട്രൈ ചെയ്യാം. അത് 4-5 പേരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞോ അത് കിട്ടിയാ ഓക്കെ, അതും പറയണ്ട. കിട്ടിയില്ലേ പറയണ്ട, കുഴപ്പമില്ല, അത് എക്സ്പീരിയൻസ് ആക്കി എടുത്തോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, പോയി എക്സാം എഴുതുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഗുഡോ ബാഡ്, റിസൾട്ട് ഒന്നെങ്കിൽ ജയിക്കല്ലേ തോക്കും, ഇത് രണ്ടിലേ സംഭവിക്കുള്ളൂ. കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മൂവ് ചെയ്യുക, തോക്കുവാണോ അത് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. എന്താണ് സ്റ്റുഡൻസിന്റെ കാര്യം പറയാനെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ട്രൈ ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് കേട്ടോ. എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കാര്യം ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം നോക്കിയാൽ നിങ്ങളുടെ രണ്ടിൽ കുജറാണെന്ന് നോക്കാം. സോ ഭർത്താവുമായിട്ട് ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കാരണം നമ്മളൊന്ന് പറഞ്ഞ ഭർത്താവ് വേറൊന്ന് പറഞ്ഞ അങ്ങനെ പ്രശ്നത്തിന് പോലെ പ്രശ്നം ആവാതിരിക്കാൻ ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ല, സംസാരം മാക്സിമം കുറച്ച് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾ, വാക്ക് തർക്കങ്ങൾ, ആർഗ്യുമെന്റ്സ്, ഈ കാര്യങ്ങൾക്കൊന്നും ചെന്ന് ചാടാതിരിക്കണം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീനിയേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ടൈം നല്ല സമയം തന്നെ, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങളും ട്രൈ ചെയ്തോളൂ. വിദ്യാർത്ഥികളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം പരിശ്രമിക്കണമെന്നുണ്ട്, നിങ്ങൾ ചെറിയ കട ഇട്ട് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ട്രൈ ഇട്ട് നോക്കുക. വിജയിച്ച അടിപൊളി, ഫെയിൽ ആയ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാതെ ഒന്നും എന്താണ് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോ ട്രൈ ചെയ്തോ, പ്രശ്നമൊന്നും ഇല്ല. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൽ കുറിച്ച് നോക്കുന്ന സമയമാണ് കർക്കിടകത്തിലാണ് അല്ലെ, നീചരാശിയാണ്. നമുക്ക് തണുപ്പ് റിലേറ്റഡ്, ഓവർ തണുപ്പ്, ചൂട്, എരിവ് മുഖേനയൊക്കെ നമുക്ക് ചില പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മിഥുന രാശിയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടൈം എന്ന് പറയുന്നത് പുതിയൊരു കമ്മിറ്റ്മെന്റ്സിലേക്ക് ഒന്നും ചെന്ന് ചാടാതിരിക്കാൻ. വെച്ചാൽ പുതിയൊരു ലോണ്, പുതിയൊരു EMI അല്ലെങ്കിൽ പൈസ അടക്കാനുള്ള കാര്യങ്ങൾ, ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെന്റ്സിലും പുതിയതായിട്ട് ഒന്നിനും എടുത്ത് ചാടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും പുറത്ത് പറയാതിരിക്കാൻ നല്ലത്. ഇന്നത്തെ മിഥം നാളത്തെ ശത്രു ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരോടും നിങ്ങളുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ചിലരുണ്ട് എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്നവരുണ്ട്. ഓക്കെ, ഒന്ന് സംസാരിച്ചു തുടങ്ങി അവരുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടും? അവർ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ കൂടുതൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യും, വിശ്വസിക്കും എന്നുള്ള കാര്യം. പക്ഷെ അവരുടെ ഒരു കാര്യം നിങ്ങളോട് പറയില്ല, കാരണം നിങ്ങൾ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തോന്നലുണ്ടാവും. മനസ്സിലായോ? അതുപോലെ തന്നെ അവനല്ലെങ്കിൽ അവലോ ആദ്യം എന്തുണ്ടെങ്കിലും ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാ, അല്ലെങ്കിൽ എന്താണ് റെഡിയാണ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പം എന്ത് ചെയ്യാം, നിങ്ങളുടെ രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. എന്തിനും മോശമായിട്ടുള്ള രഹസ്യം അത് റെക്ടിഫൈ ചെയ്ത് എന്ത് ചെയ്യുക, ശരിയാക്കുക. നമ്മുടെ സ്വഭാവത്തിൽ ഇതിൽ മാറ്റം വരുത്തുക. ഓക്കെ, നമ്മുടെ വീക്ക്നെസ് ഉണ്ടോ, ആ വീക്ക്നെസ് ഒക്കെ ഒന്ന് മാറ്റി നല്ല സ്ട്രോങ് ആക്കി സെറ്റാക്കി നമ്മുടെ ഹാബിറ്റ് സെറ്റാക്കി എടുക്കുക അല്ലേ.
നിങ്ങളുടെ സീക്രട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് പറയും ഈ മാസം കേട്ടോ. അതുപോലെ മാക്സിമം സമാധാനമായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നല്ല മാസമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഹാപ്പി ആയിട്ട് കിടക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഈ മാസം. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുന്നത് അല്ലെ, പൊതുഫലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പേര് നക്ഷത്രം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഓരോ രാശിക്കും ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഫലം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. കാരണം ഇത് പൊതുവായിട്ട് ഓരോ രാശിക്കാർക്കും ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊരു സൂചന പോലെ, സിഗ്നൽ ബോർഡ് പോലെയാണ് ഒരു പ്രിഡിക്ഷൻ എന്ന് പറയാറുണ്ട് അല്ലെ, പൊതുഫലം എന്ന് പറയുന്നത്. കാരണം ആ ഒരു രാശിയിലുള്ള എല്ലാവരും കൂടി സമ്മിശ്രമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ഗ്രഹനില അനുസരിച്ച് എന്ത് ചെയ്യും, അതിലും ഏറ്റവും കുറച്ചിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ദശ ഏതാണ്, നമ്മുടെ അപഹാരം ഏതാണ് നടക്കുന്നത്, നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൂടുതലും ലഗ്നഫലം കൂടി ഒന്നെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം ഒരാള് 2 ഫലമൊക്കെ ഏകദേശം കണ്ടവരും, കാരണം ഇപ്പൊ മേട രാശിയിലാണ് ജനനം, അപ്പം അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ഇനിയിപ്പം മിഥുനമാണെങ്കിൽ മേടത്തിന്റെയും മിഥുനത്തിന്റെയും കൂടി ഫലം കണ്ടിട്ട് രണ്ടും കൂടെ ഒന്ന് സമ്മിശ്രമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ സാധ്യത, നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു ഫോക്കസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അല്ലാതെ രാശിഫലം മാത്രം കണ്ടുപോകാതെ അല്ലെങ്കിൽ ലഗ്നഫലം മാത്രം നോക്കാതെ ഇത് രണ്ടും കൂടി കമ്പയർ, നമുക്കറിയാം ചന്ദ്രാൾ നോക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സുകാരം ഒക്കെ നോക്കിയാണ്. അപ്പൊ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ രീതി തന്നെയാണ്. ഓക്കെ, 2 പേർക്കും നോക്കാവുന്ന ലഗ്നഫലമായിട്ടും രാശിഫലമായിട്ടും കാണാവുന്ന രീതി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം അതൊന്ന് നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച്, പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ. അപ്പൊ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസത്തിൽ ഇനി ലാസ്റ്റ് അവസാനത്തെ ഞായറാഴ്ച മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും കേട്ടോ. അത് ഏതാഴ്ചയാണെന്ന് നേരത്തെ മുൻകൂട്ടി പറയാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ പോൾ വന്നതനുസരിച്ച് പോളിൽ ഏറ്റവും കൂടുതൽ ഏത് ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഞായറാഴ്ച ആയിരിക്കും ആ ക്ലാസ്, ആ വെബിനാർ നമ്മൾ നടത്തുന്നത്. ഇതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ ഇന്ന ദിവസം ഞാൻ പറയാത്ത. മാർച്ചിലോ പോൾ ഓൾറെഡി കഴിഞ്ഞാണ്. സോ മാർച്ച് ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച മതി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ അവസാനത്തെ ഞായറാഴ്ചയാണ് വെബിനാർ നടത്തുക കേട്ടോ. മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്ന് അറ്റൻഡ് ചെയ്തവരായാലും ഒന്നുകൂടെ അറ്റൻഡ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്ക് കുറച്ചുകൂടി നീണ്ടു പോയിട്ട് നമുക്ക് കുറച്ച് ഫ്യൂ മന്ത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ വേറെ വെബിനാർസ് എപ്പം നമ്മൾ കണ്ടിന്യൂസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര തന്നെയായിരിക്കും നടക്കുക. കാരണം അടുത്ത വെബിനാർ ചെയ്യുമ്പോഴും അതുപോലെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണമല്ലോ. സോ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യണം. സോ അതുപോലെ തന്നെ വേറെ കാര്യം പറയാണ്, നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫില്ലായി. സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ്. സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ്, അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 പേർക്ക് ഒരേ ഓഫീസ് നമ്പറാണ്, ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ വേറെ കൃത്യമായിട്ട് പറയും. അത് മാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരും അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ. അമ്മ നമ്മുടെ പെൻഡുല ആസ്ട്രോളജിയും കുന്നിക്കുരു ആസ്ട്രോളജിയും ഒക്കെ ബേസിലാണ് പറയുക. ഓക്കെ, അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത്ര നാല് വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, അവരും അത് ഓർത്തിരിക്കണം. ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. സോ അറിയാലോ, കൺസൾട്ടേഷൻ ഒന്നും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? കൂടിപ്പോയ ഒരു 10 കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും. കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ജൂലൈ വരെ ക്ലോസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ്
സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ എന്ത് ചെയ്യാം, അമ്മേനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവോ എന്തും ആയിക്കോട്ടെ, ഞാനൊരു റെമഡി പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിപ്പെടുത്തി പറയുന്നതല്ലേ. ഓരോ വ്യക്തിപരക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തത് കേട്ടോ. അപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക, നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക. ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുക, തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിന് ആ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക. ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഷെയർ ചെയ്യുക. പറ്റുന്നില്ലേ, നമ്മുടെ ആരാധന മൂർത്തിയോട്, നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം അല്ലെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദോഷഫലങ്ങളാണടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോവാൻ മുന്നോട്ട്. അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാ കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽപ്രവൃത്തികളും സൽചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ.